അഞ്ചു പിള്ളേരാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ. നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു വിളിക്കുന്നേ. തുണി പറിച്ചങ്ങോട്ട് എറിയാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ട്രസ് മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്താണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലാതെ നമുക്ക് അഭിപ്രായം പറയാനായിട്ടത് പറ്റത്തില്ല. നിങ്ങൾക്ക് ഇന്നതേ നിങ്ങൾ ധരിക്കാവൂ, നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ധരിക്കരുത് എന്നുള്ള രീതിയിലൊന്നും നമുക്ക് ആർക്കും പറയാനുള്ള അവകാശമില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചില എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റുകൾ വരും, വിമർശനങ്ങൾ വരും. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ അതിനെല്ലാം വന്നിരുന്നിട്ട് ന്യായീകരിച്ചിട്ടും അല്ലെങ്കിൽ ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ കേസിന് പോയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ കേസിന് പോയിട്ടോ വലിയ പ്രയോജനമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ദയ അയച്ചു വിട്ട ഒരു വീഡിയോ കാണാം, അതിനുശേഷം സംസാരിക്കാം. ഇതാണ് ആ ഒരു വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കതൊരു വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ പുള്ളിക്കാരത്തി ഇങ്ങനെയാണ്. കാര്യം പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. പക്ഷേ ഈ ഒരു വിഷയം ഇത്രയും ഒരു കോൺട്രവേഴ്സി ഇപ്പോൾ ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഫീന ബീവിയാണ്. പുള്ളിക്കാരത്തിയുടെ ചാനലിനകത്താണ് ഈ ഒരു വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പം കുറേ ആൾക്കാർ ഈ പറയുന്ന ദയ അച്ചുവിന് സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഒരുപാട് സെലിബ്രിറ്റീസും വന്ന് ഈ പറയുന്ന ഈ പുള്ളിക്കാരത്തി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. ഡീറ്റെയിൽ വീഡിയോ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. ക്രോസിംഗ് ലിമിറ്റ് ചേച്ചി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും പെൺകുട്ടികൾ ലിമിറ്റ് ക്രോസ് ചെയ്യണമെങ്കിൽ അവർ ക്രോസ് ചെയ്ത ലിമിറ്റ് തിരിച്ചു കൊണ്ടുവന്നാണ് ചേച്ചി. അഞ്ചു പിള്ളേരാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ. നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു വിളിക്കുന്നേ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഫീന ബീവിയുടെ ഒരു വേ ഓഫ് റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരത്തി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വെട്ടി തുറന്ന് ഓപ്പണായിട്ട് വന്നിരുന്ന് വിളിച്ച് പറയും. പക്ഷേ നമുക്കൊരാളുടെ ഡ്രസ്സിങ്ങിൽ നമുക്ക് ഭയങ്കരമായിട്ട് വന്നിരുന്ന അഭിപ്രായം പറയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാം, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാം. പക്ഷേ ഓവറായിട്ട് വന്നിരുന്നിട്ട് അവരെ എന്താ പറയണ്ട മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലോട്ട് നമുക്ക് ആർക്കും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഇല്ല. ഈ വിഷയത്തിൽ അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ ഏത് ഡ്രസ്സ് ഇടണ്ട എന്നുള്ളത്. നമുക്കൊരിക്കലും അവരുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം പറയാം. ഈ മഞ്ജു പിള്ള തന്നെ വന്നിരുന്നിട്ട് ഒരു ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ ഞാനിവിടെ കാണിക്കാം. എൻ്റെ മകളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും, ഞാൻ അതിന് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ മഞ്ജു പിള്ളയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒന്നെങ്കിൽ ഈ ഒരു രീതിയിൽ എന്തു പറയണ്ട പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് ഇത്രയും എക്സ്പോസ്ഡ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തോ പറയണ്ട ഞങ്ങൾക്ക് എന്ത് കമൻറ്റ് വന്നാലും വിഷയമല്ല, ആര് വേണമെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ആ ഒരു മൈൻഡിൽ നിൽക്കണം. അല്ലാതെ എന്തിട്ട് കഴിഞ്ഞാലും നമുക്ക് പോസിറ്റീവ് മാത്രമേ കിട്ടൂ എന്നുള്ളൊരു ചിന്ത ഒരിക്കലും വെക്കരുത്. ഇതിനിങ്ങനെ കയറൂരി. അപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും അമ്മമാർക്ക് മര്യാദ അറിഞ്ഞുണ്ടെങ്കിൽ ചേച്ചി സമീപിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ക്രാഷ് കോഴ്സ് എടുക്കുന്നുണ്ട്. ഈ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മളൊന്നും ജനിച്ചപ്പോൾ കയറോട് കൂടി അല്ല ജനിച്ചത്. അപ്പോൾ പിന്നെ കയറൂരി വീണെങ്കിൽ ലോജിക്ക് മനസ്സിലാവില്ല. ഇതിന് കെട്ടിയിട്ട് വളർത്തതൊന്നും പട്ടിക്കുട്ടിയാണ്. ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേരുടെ വിചാരം, തുണി പറിച്ചങ്ങോട്ട് എറിയാണ് സ്വാതന്ത്ര്യം. അത് കേരളത്തിൽ ഷഫീന ബീവി ഈ പറഞ്ഞൊരു കാര്യം ചില കേസസിൽ അത് കറക്റ്റാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ, അതായത് കുറച്ച് ഇനാഗുറേഷൻ ആയിക്കോട്ടെ, സബ്സ്ക്രിപ്ഷൻ്റെ കേസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല പരിപാടികളും നടക്കുന്നുണ്ട്. കാര്യം എത്രത്തോളം എക്സ്പോസ് ചെയ്യാവോ അത്രത്തോളം എക്സ്പോസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ദയാ സുജിത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. വേറെ ഒരുപാട് പേര് നിങ്ങൾ എടുത്തു വെച്ച് നോക്കണം. കാര്യം അതിൻ്റെ എക്സ്ട്രീം അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദയാ സുജിത്തൊന്നും ഒന്നും ചെയ്യുന്നില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം മനഃപൂർവ്വം പല ആംഗിളിൽ പോയി പോസ് ചെയ്ത് അത് റീലായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് കുറേ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. കുറേ ഇനാഗുറേഷൻ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വെറും തെമ്മാടിത്തരമാണ്. ആ ഒരു കാര്യത്തിനകത്തോട്ട് ഒരു മനുഷ്യരും ഇവിടെ യോജിക്കത്തില്ല. അപ്പം വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഒരു വിഷയത്തിൽ ഷഫീന ബീവി പറഞ്ഞതിനകത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാര്യം ജനങ്ങൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കണ്ട് ഇവരെല്ലാവരും ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്തയായി കഴിഞ്ഞു. ആർക്ക് തുണി ഇടണം, തുണി ഊരണം എന്നൊക്കെ ചേച്ചി പറയാം. എത്ര പേര് തുണി ഊരണം, എന്താണ് അതിൻ്റെയൊക്കെ ലീഗൽ ഗൈഡൻസ് ചേച്ചി ആ പോയിന്റിലാണ് ചേച്ചിയുടെ ഉള്ളിൽ വിഷം എല്ലാം കൂടെ പുറത്ത് വരുന്നത്. അതിനുശേഷം ഞാൻ കാണൂല. ഇത് ചേച്ചി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ടിഫിക്കേഷൻ നടക്കുന്നത് നമ്മൾ ലേഡീസ് തുണി കുറച്ചുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ്. കാരണം പണ്ട് ലേഡീസ് മറ്റേ സാരിയൊക്കെ കൊടുത്ത് കണ്ണ് മാത്രം പുറത്ത് കാണുന്ന ഒരു രീതിയിൽ നമ്മൾ നടന്നിരുന്ന കാലത്ത് എന്തെങ്കിലും ഒബ്ജക്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു? അന്നൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. പ്രത്യേകിച്ച്
സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഒന്നും വലിയ രീതിയിൽ ആക്റ്റീവ് അല്ലായിരുന്നു. അത് മാത്രമല്ല, അന്നൊന്നും സ്ത്രീകളെ പറ്റിയിട്ട് വലിയ രീതിയിൽ കുറ്റം പറയാനും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് കൂടുതലും ഈ എക്സ്പോസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ കാണിച്ച് ഇപ്പോൾ അത് ഏത് രീതിയിലാണ് ചെന്ന് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങൾ കൊണ്ടുവിടുമ്പോഴത്തേക്ക് അതിൽ വിമർശനങ്ങൾ വരും. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ. ഇല്ലെങ്കിൽ ഇതെല്ലാം പൂട്ടിക്കെട്ടി വീട്ടിലിരുന്നോണം. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് കമൻസും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് വീഡിയോസും നിങ്ങൾ ഫേസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുക. എൻ്റെ ഏറ്റവും അറ്റം കേസ് കൊടുക്കുമായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു എന്തായാലും കേസുമായിട്ട് ഇവർ പോകാൻ നല്ല ചാൻസ് ഉണ്ട്. കാര്യം മഞ്ജു പിള്ളയുടെ ഒരു സ്വഭാവം അനുസരിച്ച്, കാര്യം അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവരതിനെ പറ്റിയിട്ടൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. ലേഡീസ് കുറച്ച് തുണി കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നാളെ തൊട്ട് എല്ലാ ലേഡീസും നമുക്ക് തുണി കൊടുത്താണ് നടക്കണമെങ്കിൽ റേപ്പ് കേസസ് അങ്ങനെയുള്ള കേസസേ ഇല്ല. ഓസ്കോയൊക്കെ എടുത്തങ്ങ് കളയാം നമുക്ക്. പിന്നെ നമുക്ക് ജയിലും കൂടെ പൂട്ടാം. കാരണം അത്രയ്ക്ക് കുറ്റവിമുക്തമായ ഒരു സമൂഹമാണ് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ശരിയെന്ന്. ഓക്കെ, എന്തായാലും അവരവരുടേതായിട്ടുള്ള ന്യായീകരണമാണ് പറയണത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ എനിക്ക് പേഴ്സണലി ചില കേസ് അവർ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഷഫീന ബീവിയുടെ കേസിലായാലും അവർ വിമർശിച്ചിട്ടോട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മൾ ഓവറായിട്ട് എന്താ പറയണ്ട, നമ്മൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തെ കയറിയിട്ട് നമുക്ക് ആക്ഷേപിക്കാനും നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഇന്ന ഡ്രസ്സ് ഇടണം എന്നുള്ള രീതിയിൽ പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന സാധനങ്ങൾക്ക് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റും. എന്തായാലും കുറേ നാളുകൾക്ക് മുന്നേ ഈ പറയുന്ന ദയാ സുജിത്തും മഞ്ജു പിള്ളയും കൂടെ ചേർന്നിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതൊന്ന് കാണാം. ഈ വിവരമില്ലാത്ത കുറേയും ഈ മഞ്ഞക്കാരിരിപ്പുണ്ട്, കുറേ ആൾക്കാർ. അവരാണ് ഇത് ഇടുന്നത്. അത് അവരുടെ ജീവിതോപാധി, വല്ലവന്റെ ലൈഫ് വിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് അവരുടെ അസുഖമാണ്. നമ്മൾ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അയ്യോ, അസുഖമുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ ഒരു സഹതാപം നമുക്ക് അവരോട് തോന്നുള്ളൂ. എനിക്ക് സഹതാപേ ഉള്ളൂ അവരുടെ അടുത്ത്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അവർ ഏതോ മറയത്തിരുന്നിട്ട് കണ്ടവന്റെ ജീവിതം വിട്ട് ജീവിക്കുന്ന ആൾക്കാർ. അവർക്ക് എന്ത് അതൊക്കെ സത്യമാണ്. കാര്യം ചില ആൾക്കാർ നമ്മൾ എന്ത് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അന്ന് കുറ്റമേ പറയത്തുള്ളൂ. അതങ്ങനെയാണ്. കേരളത്തിലുള്ള കുറച്ച് ആൾക്കാരുടെ പ്രത്യേക സ്വഭാവമാണ്. അതായത് എന്താ പറയണ്ട, ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുക, എന്നിട്ട് അതിൽ കൂടി ആനന്ദം നേടുക. അങ്ങനെ കുറേ പേര് വന്നിട്ട് ഇങ്ങനെ കമൻറ്റ്സ്, നിങ്ങൾ ഓരോ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കാം. ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണമാണ് ഈ ഒരു സാധനം. അത് പുള്ളിക്കാരത്തി പറയുന്ന സത്യമാണ്. പക്ഷേ എപ്പോഴും നമുക്ക് പോസിറ്റീവ് മാത്രം കിട്ടണം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത്. നമ്മൾ കൊടുക്കണ്ടേ? എന്ത് റെസ്പെക്ട് അവർക്ക് കിട്ടുന്നു? നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ പോരെ? ഈ ഒരു പ്രശ്നം ഞാൻ വെല്ലുവിളിക്കുന്നു. കഷ്ടപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാണോ? നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വെയിലത്തും മഴയത്തും രാത്രി ഉറക്കവും ഇല്ലാതെ നമ്മൾ ജോലിയെടുത്ത് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ അവർ തയ്യാറാണോ? അവർക്ക് അതുകൊണ്ട് പറ്റില്ല. അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ കുഞ്ഞെ. ഞാനത് പറയുന്നത്, അവർക്ക് അവിടെ നിന്ന് കമന്റ് ഇടാനേ പറ്റുള്ളൂ. പണിയെടുക്കാൻ പറ്റില്ല. എന്തിന്? ഞാൻ അവരുടെ ചെലവിലല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന. ഞാൻ അവർ പറയുന്ന ഒരു കമന്റിന് വേണ്ടി എന്റെ ജീവിതം തുറയ്ക്കാൻ ഞാനില്ല. ഓക്കെ, കമൻറ്റ് പറയുന്നത് കേട്ട് ജീവിതം തുലയ്ക്കാനില്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങളിതൊക്കെ വറി ചെയ്യണം? മൈൻഡ് ചെയ്യാതെ വിടുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഫീൽഡാണ്. ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഗോസിപ്പുകളും കാര്യങ്ങളും പലതും കേൾക്കും. ഇതൊന്നും മൈൻഡ് ചെയ്യാനും ഇതെടുത്ത് വെച്ച് സംസാരിക്കാനും കേസിൻ്റെയും പുറകെ പോയി കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതിപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ എക്സാമ്പിളാണ് നിങ്ങളുടെ മകൾക്ക് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളും. അതിൻ്റെ പുറകെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. അത്രേ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടാതിരിക്കുക. അത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്ത് കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടോ, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതറ്റം വരെയും പോകുമെന്നുള്ള രീതിയിൽ. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങൾക്ക് ജനങ്ങളുടെ വാ അടപ്പിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. കാര്യം അവർ കമൻറ്റ് ചെയ്തിരിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണം. 100% നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ വരും, പല രീതിയിൽ വരും. ഇതൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഹണി റോസ് കൊണ്ടുവന്നൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മോശമായിട്ട് ഹണി റോസിന് കമൻറ്റുകൾ വരുന്നതെന്നും പറഞ്ഞിട്ട്. അന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എത്രയോ കമൻറ്റുകൾ സ്റ്റിൽ ഹണി റോസിന് വരുന്നുണ്ട് നെഗറ്റീവായിട്ട്. എവിടെങ്കിലും നിന്നോ? ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും.
ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ മോളെ കുറിച്ച് മോശം ഒരു സംഭവം എഴുതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നല്ല കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ നല്ല റീൽസും നല്ല ഇത് ഇടുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് കോണ്ടാക്ട്സിലും ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. കാരണം ചില സമയത്തൊക്കെ എടുക്കുന്ന റീലും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ നേരെ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കെട്ടിയിട്ടുണ്ട് ആരാന്ന് പറഞ്ഞു. അവന്മാരെല്ലാം കൂടെ തപ്പി എടുത്തു. ചേച്ചി ഞങ്ങളുടെ ഗ്യാങ്ങിലില്ല. തപ്പി എടുത്തപ്പം അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാണ്. അതങ്ങനെയാണ്. ചില ആൾക്കാർ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് അവർ പുറത്ത് IP ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. അതൊന്നും ഒരിക്കലും നമുക്ക് ട്രാക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ സൈബർ സെല്ലിനായാൽ തന്നെ അതൊക്കെ ഒരുപാട് സമയമെടുക്കും. എത്രയോ പേര് പെൺകുട്ടികളുടെ ഫോട്ടോസൊക്കെ മോർഫ് ചെയ്ത് ഓരോരോ വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ആൾക്കാരുണ്ടെന്നറിയാമോ? ഇവരെല്ലാം പുറത്തിരുന്നിട്ടാണ് ഈ നാറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും അവരെയൊക്കെ ട്രാക്ക് ചെയ്തെടുത്തുകൊണ്ടൊന്നും വരാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ഒരു പ്രയോജനമില്ല. ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ വിടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാം. അപ്പം പിന്നെ ആ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ അക്കൗണ്ട് വഴിയും നിങ്ങൾക്ക് കമൻ്റ് ഇടാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് എല്ലാ എന്താ പറയണ്ട, നാട്ടുകാർ മൊത്തം നമ്മളെ പറ്റി നല്ലത് പറയണം എന്ന് പറയുന്നൊരു രീതിയിലോട്ട് നിൽക്കാതിരിക്കുക. മലയാളി അവൻ അവിടെ ഇരുന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കുക. അവനെ കപ്പ എടുത്തു. അപ്പം അന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനെയും ഞാൻ പൂട്ടുന്നു. പുള്ളിക്കാരത്തി ഇത് തന്നെ പറയുന്നത്, ഞാൻ എല്ലാത്തിനെയും പൂട്ടുമില്ല. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പുള്ളിക്കാരത്തി കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ആർക്കും ഒന്നും പറഞ്ഞുകൂടാ, മനസ്സിലായ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കും. ഒരു രീതിയിലും വന്നിരുന്ന ആരും ഒന്നും പറയരുത് എന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ കാലത്ത് എങ്ങനെ പറ്റും? ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? എത്ര നാളായി നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു? നിങ്ങൾക്കറിയത്തില്ലേ ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും സൈഡെല്ലാം നിങ്ങൾക്ക് എല്ലാവരെക്കാട്ടി അറിവും വിവരവും ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ടൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയരുത്, മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇത് പിന്നെയും ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അത് പോരാത്തതിന് അത്യാവശ്യം ഈ ഒരു സബ്ജക്റ്റ് നല്ല രീതിയിലുള്ള വ്യൂവർഷിപ്പും ഉണ്ട്. അപ്പം വീണ്ടും ആൾക്കാരെടുത്ത് വെച്ചിട്ട് വീണ്ടും സംസാരിക്കും, പല സാധനങ്ങൾ വരും, കമൻറ്റുകൾ വരും. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഞാനൊരിക്കലും ദയയെടുത്ത് പറയുന്നില്ല നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം, ഇന്ന രീതി. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിച്ചോ. പക്ഷെ നമുക്ക് നല്ല റെസ്പോൺസ് മാത്രമേ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടാവൂ എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണലി അത് യോജിക്കാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. എന്തായാലും ബാക്കിയോടെ പറ. ആലോചിച്ച് നോക്കണം, വിവരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമൻറ്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോ എനിക്ക് എന്താ അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു? പറയുന്നവന്റെ അടുത്ത് കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കേണ്ട കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരാൾ ഇങ്ങനെ പറയാം, ഒരാൾ അങ്ങനെ പറയാമെന്ന്. ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഇവർ ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടിച്ചു കൊല്ലും, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പം നിങ്ങളെപ്പറ്റി വളരെ നല്ലത് മാത്രമേ എഴുതി വെക്കാവോ? അങ്ങനെയൊക്കെ മാത്രം ഇന്നത്തെ കാലത്ത് ചെയ്യുമോ? എടി എന്തിട്ടാലും ഇത് വരും, അതങ്ങനെയാണ്. അതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അതങ്ങനെ ആയിപ്പോയി. ഒരു തരം മാനസിക രോഗമാണ് ഈ പറയുന്ന ഈ ഒരു കമൻ്റ് ഇടുക, ഇല്ലാത്തത് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുക, സ്പ്രെഡ് ചെയ്യുക, ഗോസിപ്പ് ഇളക്കുക എന്ന് പറയണത് അതിപ്പോൾ ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു സാധനമായി മാറി സോഷ്യൽ മീഡിയയിൽ. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയണ്ട, നിങ്ങൾ പോസിറ്റീവ് മാത്രമേ എനിക്ക് കിട്ടാവൂ, എനിക്ക് വേറെ പറയരുത്, എൻ്റെ മക്കളെ പറഞ്ഞ കാല് തല്ലി ഓടിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് പറഞ്ഞിട്ട് എന്ത് നേടാനാണ്? ഇപ്പം എന്താ എത്രയോ പേര് വന്നിരുന്ന അനാവശ്യങ്ങൾ പറയുന്നത്. ഇവരെല്ലാവരെയും പോയി നിങ്ങൾക്ക് തല്ലാൻ പറ്റുമോ? അവരുടെ വാ കെട്ടിമൂടാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് കഴിവതും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിക്കാതിരിക്കുക, നമ്മൾ മിണ്ടാതിരിക്കുക, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തീർന്നോളൂ. വേറെ ഏതെങ്കിലും കണ്ടന്റ് വരുമ്പോൾ അതിൻ്റെ കുറേ പൊക്കോളൂ, അത്രയേ ഉള്ളൂ.
നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ ജീവിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടികൾക്കൊന്നും നിൽക്കരുത്. ഇനി ഇതേ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ താഴെ പുള്ളിക്കാരത്തി, അതായത് മഞ്ജു പിള്ളയുടെ മകൾ പോയൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ചേച്ചിയുടെ കുറച്ച് ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷഫീന ബീവിയെ കുറിച്ചിട്ടായിരിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം കേസുമായിട്ട് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന്. സൗഭാഗ്യ വെങ്കടേഷും വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഐ ഹാവ് ഓൾവേസ് വണ്ടർ വൈ ദിസ് ട്രീച്ചറസ് വുമൺ ഈസ് ഇൻ ക്യാൻസൽഡ്. താങ്ക് യു ഫോർ ദിസ് റീൽ. ഓക്കെ, എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒരുപാടുണ്ട്, ഞാൻ എടുത്ത് വയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. എന്തായാലും ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.